ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതിന് പിന്നാലെ അമേരിക്കൻ സൈന്യം ഇന്ത്യക്കാരെ നാട്ടിലേക്ക് തിരിച്ചയക്കുന്നു. ട്രംപ് പ്രസിഡന്റായതിനു ശേഷം ഇന്ത്യൻ കുടിയേറ്റക്കാർക്കെതിരെയുള്ള ആദ്യ നടപടിയാണിത്. C-17 വിമാനം കുടിയേറ്റക്കാരുമായി ഇന്ത്യയിലേക്ക് പുറപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 24 മണിക്കൂറിനുള്ളിൽ ഈ വിമാനം ഇന്ത്യയിലെത്തുമെന്നാണ് റിപ്പോർട്ട്. ടെക്സസിലെ എൽപാസിലേക്കും കാലിഫോർണിയയിലെ സാൻഡിഗോയിലും 5000-ലധികം കുടിയേറ്റക്കാരെയാണ് സൈന്യം നാടുകടന്നത്. ഗ്വാട്ടിമാല, പെറു, ഹോണ്ടുറാസ് എന്നിവിടങ്ങളിലേക്ക് കുടിയേറ്റക്കാരെ സൈനിക വിമാനങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. സൈനിക വിമാനങ്ങളിലൂടെയുള്ള നാടുകടത്തൽ ചെലവേറിയതാണ്. ഗ്വാട്ടിമാലയിലേക്കുള്ള ഒരു യാത്രയ്ക്ക് ഒരാൾക്ക് $4675 ചെലവാകുമെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയിൽ നിയമവിരുദ്ധമായി താമസിക്കുന്ന ഇന്ത്യക്കാരെ തിരിച്ചറിയാനും നാട്ടിലേക്ക് തിരിച്ചയക്കാനും ഇന്ത്യ സഹകരിക്കുമെന്ന് സൂചന നൽകിയിട്ടുണ്ട്. ട്രംപ് ഭരണകൂടവുമായുള്ള ബന്ധം നിലനിർത്താനും വ്യാപാര തർക്കങ്ങൾ ഒഴിവാക്കാനുമാണിതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏകദേശം 18,000 ഇന്ത്യക്കാരെ നാടുകടത്താൻ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട്. എന്നാൽ ഇന്ത്യക്കാരുടെ എണ്ണം കൂടുതലായിരിക്കാമെന്ന് ബ്ലൂംബെർഗ് കഴിഞ്ഞ മാസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ റിപ്പോർട്ട് പ്രകാരം എത്ര പേരെ നാടുകടത്തുമെന്ന് ഇപ്പോഴും ഉറപ്പായിട്ടില്ല. അമേരിക്കയിലേക്കുള്ള നിയമവിരുദ്ധ കുടിയേറ്റത്തിൽ ഇന്ത്യക്കാരുടെ എണ്ണം കുറവാണ്. 2024 സാമ്പത്തിക വർഷത്തിൽ നിയമവിരുദ്ധമായി അതിർത്തി കടന്നവരിൽ 3% മാത്രമാണ് ഇന്ത്യക്കാർ. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഡേറ്റ പ്രകാരമാണ് ഈ റിപ്പോർട്ട് പുറത്തുവന്നത്. മെക്സിക്കോ, വെനസ്വേല, ഗ്വാട്ടിമാല തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ് കൂടുതൽ. എന്നിരുന്നാലും അമേരിക്കയുടെ വടക്കൻ അതിർത്തിയിലൂടെ നിയമവിരുദ്ധമായി കടക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം സ്ഥിരമായി വർദ്ധിച്ചു വരികയാണ്. ഇവിടെ നിയമവിരുദ്ധമായി അതിർത്തി കടക്കുന്നവരിൽ ഏകദേശവും കാൽഭാഗവും ഇന്ത്യക്കാരാണ്. ഈ പ്രവേശന കേന്ദ്രത്തിൽ പിടിക്കപ്പെടുന്ന കുടിയേറ്റക്കാരിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ്. 2022 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി റിപ്പോർട്ട് പ്രകാരം ഏകദേശം 2,20,000 ഇന്ത്യക്കാർ അമേരിക്കയിൽ അനധികൃതമായി താമസിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ എണ്ണം ഇപ്പോഴും വ്യക്തമല്ലെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് നിലവിൽ US-ലെ 7,25,000 രേഖകളില്ലാത്ത ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാരെ ആദ്യം നാടുകടത്തുമെന്നാണ് വാർത്തകൾ വന്നത്. കൂടാതെ മെക്സിക്കോയിൽ 4 ദശലക്ഷവും എൽ സാൽവഡോറിൽ 7,50,000 എന്നിങ്ങനെയാണ് കുടിയേറ്റക്കാരുടെ കണക്കുകൾ. US-ന്റെ കണക്കാക്കിയ 11 ദശലക്ഷം മുതൽ 14 ദശലക്ഷം വരെ രേഖകളില്ലാത്തതോ താൽക്കാലികമായി രേഖപ്പെട്ടതോ ആയ വിദേശീയർക്ക് ഇത് കനത്ത വെല്ലുവിളിയായിരിക്കും. US മെക്സിക്കോ അതിർത്തിയിലേക്ക് അധിക സൈന്യത്തെയാണ് അയച്ചിരിക്കുന്നത്. സൈനിക ബേസുകളിൽ അനധികൃത കുടിയേറ്റക്കാരെ എത്തിച്ച ശേഷം സൈനിക വിമാനങ്ങളിൽ തിരികെ അയക്കുന്നതായാണ് റിപ്പോർട്ട്. ഗ്വാട്ടിമാല, പെറു, ഹോണ്ടുറാസ് എന്നിവിടങ്ങളിലേക്കും ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാരുമായി സൈനിക വിമാനം പുറപ്പെട്ടിട്ടുണ്ട്. ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം ആദ്യമായി ഇത്തരത്തിൽ കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നത് ഇന്ത്യയിലേക്കാണെന്നാണ് റിപ്പോർട്ടുകൾ വിശദമാക്കുന്നത്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റത്തെക്കുറിച്ചുള്ള ആശങ്ക ട്രംപും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പങ്കുവച്ചിരുന്നു. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരമേറ്റതിന് പിന്നാലെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി തുടങ്ങിയിരുന്നു. പുതിയ ഭരണകൂടം സത്യപ്രതിജ്ഞ ചെയ്ത് 3 ദിവസമായപ്പോൾ 538 അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തതായും 100 കണക്കിന് ആളുകളെ സൈനിക വിമാനം ഉപയോഗിച്ച് നാടുകടത്തിയെന്നും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പ്രതികരിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം അമേരിക്ക സന്ദർശിക്കാനിരിക്കെയാണ് അനധികൃത കുടിയേറ്റക്കാരുമായി സൈനിക വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്.